കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും ഇന്ത്യൻ മണ്ണിലേക്കൊന്ന് നോക്കിയാൽ ചിറകരിഞ്ഞ് താഴെയിടുമെന്ന് നമ്മുടെ സൈന്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വെറുമൊരു ഡ്രോൺ വേട്ടയല്ല ഇത്. പാകിസ്ഥാന്റെ ഗൂഢാലോചനകൾക്കും അതിന് കൂട്ടുനിൽക്കുന്ന തുർക്കിക്കും ഇന്ത്യ നൽകിയ കനത്ത പ്രഹരമാണ്. ലാഹോറിൽ നിന്ന് ആയുധങ്ങളുമായി എത്തിയ തുർക്കിയുടെ ഇഹ ഡ്രോണിനെ തകർത്ത് അതിന്റെ അവശിഷ്ടങ്ങൾ വിജയ് ദിവസ് വേളയിൽ ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ആർമി. കഴിഞ്ഞ മെയ് മാസം 10-ന് ഓപ്പറേഷൻ സിന്ദൂർ വേളയിലാണ് ഈ ഇഹ 3 ചാവേർ ഡ്രോണിനെ നമ്മുടെ സൈന്യം വീഴ്ത്തിയത്. ലാഹോറിൽ നിന്ന് പറന്നുയർന്ന ഇതിന്റെ ലക്ഷ്യം പഞ്ചാബിലെ ഹോഷിയാർപൂർ വ്യോമസേന താവളമായിരുന്നു. 170cc പെട്രോൾ എഞ്ചിനും 2 മീറ്റർ വിങ് സ്പാനുമുള്ള ഈ കൊലയാളിക്ക് 35 കിലോ വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനാകും. ടാങ്കുകൾ വരെ തകർക്കാൻ ശേഷിയുള്ള ഈ ചാവേറിനെ 2000 മീറ്റർ ഉയരത്തിൽ വെച്ച് നമ്മുടെ റഡാറുകൾ കണ്ടെത്തുകയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ പ്രദർശനം തുർക്കിക്ക് പൊല്ലാപ്പാകുന്നത്? പാകിസ്ഥാന്റെ ഭീകര നീക്കങ്ങൾക്ക് തുർക്കി നൽകുന്ന ആയുധ സഹായത്തിന്റെ പച്ചയായ തെളിവാണിത്. കുറഞ്ഞ ചെലവിൽ ഇത്തരം ഡ്രോണുകളെ കൂട്ടത്തോടെ അയച്ച് നമ്മുടെ പ്രതിരോധത്തെ കബളിപ്പിക്കാമെന്നായിരുന്നു പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾക്ക് മുന്നിൽ തുർക്കിയുടെ സാങ്കേതിക വിദ്യ വെറും നിഷ്പ്രഭമായി പോയി. 1971-ലെ പാകിസ്ഥാനെതിരെയുള്ള കാർഗിൽ യുദ്ധ വിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ തന്നെ ഇത് പുറത്തുവിട്ടത് പാകിസ്ഥാനുള്ള ശക്തമായ തിരിച്ചടിയാണ്. ലാഹോറിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമിട്ട് എന്ത് വന്നാലും അത് ലക്ഷ്യത്തിലെത്തും മുൻപ് തന്നെ മണ്ണടിയുമെന്ന് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു. നമ്മുടെ ജവാന്മാരുടെ ജാഗ്രതയ്ക്കും ദേശീയ കരുത്തിനും മുന്നിൽ പാകിസ്ഥാന്റെയും തുർക്കിയുടെയും കുതന്ത്രങ്ങൾ ഇനി വില പോകില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.